1986 മലയാള സിനിമയുടെ മറക്കാനാവാത്ത വർഷം. മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ട വർഷമായിരുന്നു 1986. മമ്മൂട്ടിയും മോഹൻലാലും ഊണും ഉറക്കവും കളഞ്ഞ് സിനിമയിൽ അഭിനയിച്ചു തകർത്ത വർഷമായിരുന്നു 1986. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം എത്താൻ മത്സരിച്ചെങ്കിലും മമ്മൂട്ടി മോഹൻലാലിനേക്കാൾ ഒരു ചിത്രം കൂടുതൽ അഭിനയിച്ച് ആ വർഷത്തെ ടോപ്പറായി. 1986 മാത്രം മമ്മൂട്ടി അഭിനയിച്ച് റിലീസായ ചിത്രങ്ങളുടെ എണ്ണം ഇപ്പോൾ കേട്ടാൽ ഉള്ളിലൊരു ഞെട്ടലുണ്ടാവുമെന്ന് ഉറപ്പ്. 35 ചിത്രങ്ങളിലാണ് 1986 കലണ്ടർ വർഷത്തിൽ മാത്രം മമ്മൂട്ടി അഭിനയിച്ചത്. 34 ചിത്രങ്ങളുമായി തൊട്ടുപിറകെ മോഹൻലാലും ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോഴേ മത്സരത്തിന്റെ ചിത്രം പൂർണ്ണമാകും. ഒരു ചിത്രം ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ പോലും 2 കൊല്ലം എടുക്കുന്ന ഇന്നത്തെ സിനിമാക്കാർക്ക് ഈ കണക്കുകൾ അത്ഭുതാവഹം തന്നെ. നന്ദി, വീണ്ടും വരിക, 3 മാസങ്ങൾക്ക് മുൻപ്, ആവനാഴി, പൂവിന് പുതിയ പൂത്തന്നൽ, ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്, നൊമ്പരത്തിപ്പൂവ്, അടിമകൾ, ഉടമകൾ തുടങ്ങി 35-ൽ 7ഓളം ചിത്രങ്ങൾ മാത്രമാണ് ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. 2012 മുതൽ നാളിതുവരെ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ അഭിനയിച്ച 13 വർഷത്തെ ചിത്രങ്ങൾ ആകെ കൂട്ടിയാൽ 35 എണ്ണമേ ഉണ്ടാവൂ എന്നിടത്താണ് മമ്മൂട്ടിയുടെ 1986 വേറിട്ട് നിൽക്കുന്നത്. ലാലേട്ടനെ മലയാളത്തിന്റെ താരരാജ പദവിയിലേക്ക് ഉയർത്തിയ വർഷം കൂടിയായിരുന്നു 1986. രാജാവിന്റെ മകനും 20-ാം നൂറ്റാണ്ടും താളവട്ടവും സുഗമോ ദേവിയും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും അടക്കം ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളിലൂടെ ലാൽ മലയാളത്തിന്റെ പ്രിയങ്കരനായ വർഷവും 1986 തന്നെയായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ഈ വാർത്തകളൊരു കൗതുക വാർത്ത ആകാമെങ്കിലും താരരാജ പദവി എന്നവർ ഇന്ന് അനുഭവിക്കുന്ന സിംഹാസനം ഒരു സുപ്രഭാതത്തിൽ അവരെ തേടിയെത്തിയതല്ല എന്നറിയാനെങ്കിലും ഇത്തരം അറിവുകൾ ഉപകാരപ്പെടട്ടെ.